الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك الذين صدقوا وأولئك هم المفلحون സമാദരണീയരായ വിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ കൽപ്പനകൾ, ശാസനകളെല്ലാം പരമാവധി ജീവിതത്തിൽ ഓർമ്മിക്കുവാനും പാലിക്കുവാനും എന്നെയും നിങ്ങളെയും ഞാൻ ഈ വിശുദ്ധ മാസത്തിലെ പവിത്രമായ ഈ ദിനത്തിൽ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ വഴിപ്പെട്ടവരായി ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഓതി വെച്ചത് സൂറത്തുൽ അറാഫിലെ 157 സൂക്തമാണ്. വിശുദ്ധ റമദാനിലെ എല്ലാ ദിനരാത്രങ്ങളും നമ്മൾ വിശ്വാസികൾക്ക്, ലോകത്തെമ്പാടുമുള്ളവർക്ക് സദാ ചിന്തിക്കുവാനും ആലോചിക്കുവാനുമുള്ള അതിവിശിഷ്ടമായ ഒരു വിഷയം ബാക്കി വെച്ചുകൊണ്ടാണ്, ഏൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു റമദാൻ നമ്മളെ ഏൽപ്പിച്ചത്. അപ്പം റമദാൻ എന്ന് പറയുന്നത് ആ പവിത്രമായ ഓർമ്മയുടെ തണലിൽ അല്ലെങ്കിൽ പിന്നെ റമദാന് പ്രത്യേകത ഒന്നുമില്ല എന്ന് പറയാം. റമദാനിൻ്റെ സകലമാന സവിശേഷതകളും റമദാൻ എന്ന മാസം വെച്ചു നീട്ടുന്ന എല്ലാ പുണ്യങ്ങളും എല്ലാ സത്ചിന്തകളും ജീവിതത്തെ മാറ്റിയെടുക്കാനുള്ള നമ്മുടെ എല്ലാവരുടെയും ഓരോ നിമിഷവും നാം നടത്തുന്ന ശ്രമങ്ങളും എല്ലാം പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ഇല്ലെങ്കിൽ ഇന്ന് നാം അനുഭവിക്കുകയും നാം സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നാം ആചരിച്ചുകൊണ്ടിരിക്കുന്ന റമദാനില്ല, നോമ്പില്ല. അത് വെറും ഒരു മാസം മാത്രമാണ്. അപ്പം റമദാനാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു വെച്ചതാണ്. നിങ്ങൾക്കതറിയാം. ഒരു കാര്യം മറക്കാതിരിക്കാൻ ഇപ്പോഴേ പറയുകയാണ്. നമ്മളിലെ ഈ ലോകത്തുള്ള മുസ്ലിങ്ങൾ നല്ലവരാണ്. ഈ ലോകത്തുള്ള മുസ്ലിങ്ങൾ നല്ല മനുഷ്യരാണ്. പൊതുവിൽ മറ്റുള്ളവരെക്കാൾ ദൈവബോധമുള്ളവർ, ജീവിതത്തിൽ കരുതലും സൂക്ഷ്മതയും പാലിക്കുന്നവർ, ബന്ധങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നവർ, ഉറ്റവരോടും ഉടയവരോടും കാരുണ്യം കാട്ടുന്നവർ, മാതാപിതാക്കളോട് അലിവും ദയവും ഉള്ളവർ, അയൽവാസികളോട് കൂടുതൽ ശ്രദ്ധയും പരിഗണനയും കാട്ടുന്നവർ. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അവൻ്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ഏതാണ്ട് എല്ലാ സദ്വിചാരങ്ങളിലും സൽസ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലും മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലാണ്. എന്തിനാ ഇത് ആദ്യമേ പറയുന്നത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല,
മറ്റൊരു കാരണത്താലും അല്ല. ഈ പത്രം വായിച്ചിട്ട്, പത്രത്തിൽ ഏതെങ്കിലും ഒരു കൊലപാതകത്തിന്റെ വാർത്ത വായിച്ച് അങ്ങനെ നെഗറ്റീവായ ചിന്ത കയറിയിട്ട് നമ്മുടെ ഈ നാട്ടിലെ മക്കൾ, കൗമാരപ്രായക്കാർ, യുവാക്കൾ അവരെ ഒന്നും തെറ്റിദ്ധരിക്കരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ പറയുന്നതാണ്. നമ്മുടെ മക്കൾ നല്ലവരാണ്. കൗമാരപ്രായക്കാരായ നമ്മുടെ മക്കൾ, സ്കൂളിൽ പോകുന്ന നമ്മുടെ മക്കൾ, പേരക്കിടാങ്ങൾ, അവർ മറ്റ് വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് സദ്ഗുണങ്ങളും സ്വഭാവ മഹിമകളും ഉള്ളവരാണ്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ കൂടുതൽ പറയാം. വിശുദ്ധ ഖുർആനാണ് മുസ്ലിംകളുടെ ശക്തി. വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അവരുടെ ഊർജം ആവാഹിക്കുന്നത്, അവർക്ക് ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്നത്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നത് ഖുർആനാണ്, അവരുടെ പ്രയാസങ്ങളിൽ അവരെ താങ്ങി നിർത്തുന്നത് ഖുർആനാണ്, അവരുടെ ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുന്നത് ഖുർആനാണ്, അവരുടെ ചോദ്യങ്ങൾക്ക് വേണ്ടവണ്ണം മറുപടി നൽകാനുള്ള ശക്തിയും ഖുർആനിനാണുള്ളത്. ജീവിതത്തിലെ പരീക്ഷണങ്ങൾ എന്ന് പറയാവുന്ന ഏതേത് സന്ദർഭങ്ങളുണ്ടോ, അത് വിശപ്പാകാം, ദാഹമാകാം, ദുരിതമാകാം, രോഗമാകാം, യുദ്ധമാകാം, മരണമാകാം, ഏത് പരീക്ഷണമാകട്ടെ, ആ പരീക്ഷണങ്ങൾക്ക് നടുവിൽ അതിശക്തമായി നിൽക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്ന് മാത്രമാണ്. നമുക്ക് നല്ലൊരു വിശ്വാസം ലഭിച്ചത് ഈ ഖുർആനിൽ നിന്നാണ്. ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഒരാദർശം നമുക്ക് കിട്ടിയത് ഈ വിശുദ്ധ ഖുർആനിലൂടെയാണ്. നമുക്ക് നല്ല മഹനീയമായ മാതൃകാധന്യമായ ഇബാദത്തുകൾ കൈവന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നടക്കാവുന്ന മാതൃകായോഗ്യമായ ഒരു സംസ്കാരം നമുക്ക് ലഭിച്ചത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന്റെ പ്രചോദനം നമുക്ക് തന്നത്, നമുക്ക് ലഭിച്ചത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ഉയർന്ന ചിന്തയോ ആലോചനയോ വിമർശ ബുദ്ധിയോ ഒക്കെ നമുക്കുണ്ടെങ്കിൽ അതും നമുക്ക് കിട്ടിയത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ നമ്മളെ നല്ല മനുഷ്യരാക്കി എന്ന് പറയുന്നതാകും എളുപ്പം. നല്ല മനുഷ്യരാക്കാൻ, കൂടുതൽ നല്ല മനുഷ്യരാക്കാൻ, ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് നമ്മെ എത്തിക്കാൻ, അതിന് അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ. ഖുർആൻ തുടങ്ങുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം നിങ്ങൾ വെറുതെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ ഇരിക്കുന്ന മിക്കവാറും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഓർമ്മ വരുന്ന ഭാഗമാണത്. ദാലിക്കൽ കിതാബ്, ഈ ഗ്രന്ഥം അഥവാ ഇതാണ് ഗ്രന്ഥം, ലക്ഷണമൊത്ത ഗ്രന്ഥം ഇതാണ്. ദാലിക് അൽ കിതാബ്, ഇതാണ് ഗ്രന്ഥം. അതാണ് എന്ന് പറയുന്നതിനേക്കാൾ ഇതാണ് ഗ്രന്ഥം. ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, ദൈവബോധത്തോടെ ജീവിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇതൊരു നല്ല വഴികാട്ടിയാണ്, യാതൊരു സംശയവുമില്ല. ലോകത്താർക്കും തർക്കമില്ലാത്ത ഇത് ഒരു തവണ വായിക്കാൻ, അർത്ഥബോധത്തോടെ ഒരു തവണ വിശുദ്ധ ഖുർആനെ പഠിക്കുവാൻ ശ്രമിച്ചവർക്കാർക്കും തർക്കത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, കാര്യമില്ലാത്ത, അതിന് കാരണമില്ലാത്ത ഒരു സംഗതിയാണ് ഈ പറഞ്ഞത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി നമുക്ക് ലഭിച്ചതാണത്. ഇനിയൊരു പ്രവാചകൻ വരില്ല. അവസാനത്തെ വേദഗ്രന്ഥമാണ്. ഇനിയൊരു കിതാബ് ഇറങ്ങില്ല. വഹയുമായി ആകാശലോകത്ത് നിന്ന് ജിബ്രീൽ ഈ ഭൂലോകത്തേക്ക് വഹയുമായിട്ട് അവസാനമായി ഇറങ്ങിയതാണ്. ഇനി ജിബ്രീൽ ഭൂലോകത്തേക്ക് വഹയുമായി വരില്ല. അവസാനത്തെ പ്രവാചകൻ, അവസാനത്തെ വേദഗ്രന്ഥം, അവസാനത്തെ ശരീഅത്ത്, അവസാനമായി ജിബ്രീൽ വഹയുമായുള്ള വരവും, ഇതൊക്കെയായി ഈ മാനവരാശിക്ക് മുഴുവൻ അനുഗ്രഹമായി വർഷിച്ച വിശുദ്ധ ഖുർആൻ ഇത് അവതരിക്കുന്നതിനെടുത്ത കാലഘട്ടം 23 വർഷം. അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. എല്ലാത്തിനും പ്രതിവിധിയായി, മറുപടിയായി വിശുദ്ധ ഖുർആൻ വന്നു. തികച്ചും കാടന്മാരെ പോലെ പ്രാകൃതരായി
പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ലാതെ, അച്ചടക്കമില്ലാതെ, ആരാധനകൾക്ക് പ്രത്യേക രൂപഭാവങ്ങളൊന്നുമില്ലാതെ തോന്നിയതുപോലെ എന്തും ആർക്കും ആകാം എന്ന മട്ടിൽ കഅബയെ പോലും പ്രദക്ഷിണം ചെയ്തവർക്ക് സ്വന്തം പിതാവിന്റെ മകളെ, സ്വന്തം പിതാവിന്റെ ഭാര്യയെ മകന് തന്നെ, ആ പിതാവിൽ ജനിച്ച ഒരു മകന് തന്നെ വിവാഹം കഴിക്കാമായിരുന്ന ഒരു സമൂഹം ചെറിയ ചെറിയ കാരണങ്ങളെ പ്രതി കുറെ കൊല്ലങ്ങളോളം വേണമെങ്കിൽ യുദ്ധം ചെയ്ത് തുലയ്ക്കാവുന്ന സമ്പത്തും ജീവനും, അതിനൊന്നും ഒരു കുഴപ്പമില്ല, യുദ്ധമാണ് പ്രധാനം. പിന്നെ ഈ പെണ്ണ്, സ്വത്ത്, കാമം, ആസക്തി എന്നൊക്കെ പറയുന്നതിന് പ്രത്യേകമായി നിർവചനം തന്നെ നൽകി വന്നിരുന്ന ആളുകൾ അവരുടെ കവിതയിൽ, അവരുടെ പ്രഭാഷണങ്ങളിൽ, അവരുടെ ചെറുകുശല സംസാരങ്ങളിൽ ഒക്കെ അതുണ്ട്. അങ്ങനെ പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റാത്തവർ, മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവർ, യുദ്ധമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവർ, അവരെയാണ് ഈ ലോകത്തിന് ഏറ്റവും നല്ല മാതൃകാ സമൂഹമെന്ന് ലോകം ഏറെ വാഴ്ത്തി പറഞ്ഞ ആ നിലവാരത്തിലേക്ക് വിശുദ്ധ ഖുർആൻ എത്തിച്ചത്. എടുത്ത കാലഘട്ടം 23 വർഷം. ഓർമ്മ വെച്ച കാലം മുതൽ, മദ്രസയിൽ പഠിച്ചിരുന്ന കാലം മുതൽ നിരന്തരമായി ഇടതടവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ വർഷത്തിലൊരിക്കൽ കടന്നു വരുന്ന ഈ വിശുദ്ധ റമദാന്റെ ആഗമനം കൊണ്ട് ഇനി ഞാനും നിങ്ങളും എന്ത് നേടി ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്നൊന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അത് ചിന്തിക്കാഞ്ഞാൽ ഇനി പറ്റില്ല. എവിടേക്കാ ഈ ലോകത്തിന്റെ പോക്ക്? എന്താ ഈ ദുനിയാവിന്റെ ഗതി? ഈ രീതിയിൽ പോയാൽ ഈ ലോകം എവിടെ എത്തും? അങ്ങനെ പ്രതീക്ഷ അറ്റുപോയ ഒരു ലോകത്ത് നമുക്ക് പ്രതീക്ഷ നൽകി വിശുദ്ധ ഖുർആൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ, വിശുദ്ധ ഖുർആൻ നാം ഓതിക്കൊണ്ടിരിക്കുമ്പോ, ഓതുന്നതിൽ പുണ്യം തേടിക്കൊണ്ടിരിക്കുമ്പോ നാം ഓർക്കണം, വിശുദ്ധ ഖുർആന്റെ അർത്ഥങ്ങളിലേക്ക് നാം ഇറങ്ങിയോ? നമ്മുടെ ജീവിതത്തിൽ ഖുർആന് നാം നൽകുന്ന സ്ഥാനം യഥാർത്ഥത്തിൽ എന്താണ്? ഇതൊരു ആത്മവിചാരണയുടെ സന്ദർഭമായിട്ടെടുക്കും. വാസ്തവത്തിൽ ഖുർആനും നമ്മളുമായുള്ള ബന്ധം അക്ഷരങ്ങളിൽ ഒതുങ്ങിയോ? പാരായണത്തോടെ അവസാനിച്ചോ? പാരായണം പുണ്യമാണ്. ഒരായത്ത് മുഴുവൻ ഓതണ്ട. ഒരക്ഷരത്തിന് കൂലി കിട്ടുന്ന, ഒരക്ഷരത്തിന് കൂലി നിശ്ചയിക്കപ്പെട്ട മതത്തിന്റെ പേരാണ് ഇസ്ലാം. അതാ ഖുർആൻ. പക്ഷേ ഈ ഖുർആൻ അക്ഷരങ്ങളിൽ ഒതുങ്ങി അതിന്റെ ആശയമോ അർത്ഥമോ അറിയാനുള്ള ശ്രമം ആത്മാർത്ഥമായി നമ്മൾ ആരും നടത്തുന്നില്ല എങ്കിൽ നമ്മളിൽ ഖുർആൻ ചെലുത്തുന്ന സ്വാധീനം സ്വാഭാവികമായും തുച്ഛമായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരു വചനമുണ്ട്, നിങ്ങൾ എല്ലാവർക്കും കേട്ട് ഏറെ പരിചിതമായൊരു വചനം. ലാ യസ്ലിഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ അവസാന കാലം, അവസാന ലോകം, അവസാനത്തെ സമൂഹം, അത് ഏത് കാലഘട്ടമാണ് എന്ന് നമുക്ക് പല പേരുകളിൽ നിന്ന് വിശേഷിപ്പിക്കുമല്ലോ. കാലഘട്ടം ഏതും ആകട്ടെ, ഈ ന്യൂജൻ പാർക്കുന്ന ഈ കാലഘട്ടം, ഇതും നന്നാവാൻ ആദ്യ കാലഘട്ടം ഖുർആൻ അവതരിച്ച നേരത്തും കാലത്തും സമൂഹത്തിലും ഏതൊന്നു കൊണ്ടും ഏതൊരു രീതിയിലും ആ സമൂഹം നന്നായോ അതേ മാർഗത്തിലൂടെ അല്ലാതെ ഇനി ഒരു കാലത്തും ഈ സമൂഹം നന്നാവുക സാധ്യമല്ല. നന്നാകുന്നതിന് ഒരൊറ്റ വഴി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്നാണ് പറഞ്ഞത്. വിശ്വാസത്തിന്റെ വിശുദ്ധി വീണ്ടെടുക്കണം. തൗഹീദ്, കറകളഞ്ഞ, ഏച്ചു കെട്ടാത്ത, വളച്ചു കെട്ടാനൊന്നുമില്ലാത്ത, മറച്ചു പിടിക്കാൻ പാടില്ലാത്ത കൃത്യവും വ്യക്തവുമായ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന തൗഹീദ്, മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് മാതൃകയായി സമർപ്പിച്ചു കൊടുത്ത തൗഹീദ്, ആ തൗഹീദാണ് ഒന്നാമത്തേത്. പിന്നെ ആ തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളുകൾ നിർബന്ധമായും ജീവിതത്തിൽ മരണം വരെ പാലിക്കേണ്ട സ്വഭാവ ഗുണങ്ങളും മൂല്യബോധവും സംസ്കാരവും ഉണ്ടോ നമ്മളിൽ? നമ്മൾ ആലോചിക്കണം. ലോകത്ത് താരതമ്യേന മെച്ചപ്പെട്ടവർ മുസ്ലിങ്ങളാണ്. അവർ റമദാനിൽ മാത്രമല്ല കേട്ടോ ധർമ്മം ചെയ്യുന്നത്. റമദാൻ അല്ലാത്ത കാലത്തും അവർക്ക് ധർമ്മമുണ്ട്. റമദാൻ അല്ലാത്ത കാലത്തും അവരിൽ നേരും നെറിവുമുണ്ട്. അവർ മര്യാദക്കാരും സാന്മാർഗികളുമാണ്. ഒറ്റപ്പെട്ട ഏതെങ്കിലും
സംഭവങ്ങളെ പത്രങ്ങൾ പെരുപ്പിക്കുന്നത് പോലെയോ ഇന്ന് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് പോലെയോ നാം മനസ്സിൽ കൊണ്ട് നടന്ന് കൂടുതൽ നീറണ്ട. ഇതല്ല മുസ്ലിം സമൂഹം. ഇന്ന് നമ്മൾ കാണുന്ന കൊലപാതകം അതല്ല മുസ്ലിം സമൂഹം. മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യക്ക് പുറത്ത് ലോകത്തെ ഏത് രാജ്യത്തും ആ രാജ്യങ്ങളിലൊക്കെ സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, എന്തിന് സാഹോദര്യത്തിന്റെ ശക്തമായ പാഠം പകർന്നു നൽകിയവരാണ്. അബദ്ധങ്ങൾ വരും, ആ അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. മൂല്യച്യുതി സംഭവിക്കും. മൂല്യച്യുതി എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏത് ദശാസന്ധിയിലും ഉണ്ടായിട്ടുള്ള ഒരു സ്വാഭാവികമായ വ്യതിയാനമാണ്. ആ വ്യതിയാനത്തിന് ചികിത്സ വേണ്ടതുണ്ട്. ഒരുപക്ഷെ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾക്കായിരിക്കും ചികിത്സ വേണ്ടി വരിക, അല്ലെങ്കിൽ ഗുരുനാഥന്മാർക്കായിരിക്കും, അല്ലെങ്കിൽ ബന്ധുജനങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ മദ്രസാധ്യാപകർക്കായിരിക്കും. ഇതൊക്കെ ചികിത്സ പല മേഖലകളിൽ വരുമ്പോൾ അതിന്റെ റിസൾട്ടാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ പെരുമാറ്റം, ഒരു കുട്ടിയുടെ സമയം. അപ്പോൾ ഏതെങ്കിലും ഒരു വാർത്ത കേട്ടിട്ട് വിഷമിക്കരുതെന്നും, അതാണല്ലോ അങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ മുസ്ലിം സമുദായം എന്നങ്ങനെ വേദനിച്ച് നീറരുതെന്നും പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ ഓതി വെച്ചല്ലോ ഒരായത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്ന ആ ആയത്തിന്റെ മർമ്മഭാഗം മാത്രം പറയാം. ഇത് സൂറത്തുൽ അറാഫ്. ആരാണ് മുസ്ലിങ്ങൾ? എപ്പോഴാ മുസ്ലിങ്ങൾ ആവുക? എപ്പോഴാ അവർ വിജയത്തിലെത്തുക? അന്തിമമായ വിജയത്തിൽ അവരെത്തുക. ഇരു ലോകത്തും, ഇവിടെ മാത്രമല്ല പരലോകത്തും നമ്മൾ രക്ഷപ്പെടണം. ഇവിടെ നന്നായാൽ പോരാ, പരലോകത്തും നമ്മൾ നന്നാവണം. ഇവിടെ ഉയർന്നു വളർന്നു വന്നാൽ പോരാ, അവിടെയും നാം ഉയരത്തിലെത്തണം, വളർച്ച പ്രാപിക്കണം. എന്ത് ചെയ്യണം? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. പഴയ നിയമമായ തൗറാത്തിലും സുവിശേഷം എന്നറിയപ്പെടുന്ന ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ട അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനെ, റസൂലിനെ പിൻപറ്റി ജീവിക്കാൻ തയ്യാറുള്ള ആളുകൾ. യഅ്മുറുഹും ബിൽ മഅറൂഫ്. എന്താ ഈ നബി ചെയ്തത്? നമുക്കറിയാം. ഒരു ഭാഗത്ത് യുഅല്ലിമുഹുൽ കിതാബ്. എന്താ ആദ്യം ചെയ്ത മാജിക്? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു മാജിക്കും കാണിച്ചില്ല. അവർക്ക് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഓരോരോ സന്ദർഭങ്ങളിൽ അവതരിക്കുന്ന മുറയ്ക്ക് ആ ആയത്തുകൾക്ക് വേണ്ടി കാതും മനസ്സും കൂർപ്പിച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ആ ആയത്ത് ഓതി കൊടുക്കും. വയുസക്കീഹിം. അത് അവരുടെ ആത്മീയമായ ശുദ്ധീകരണത്തിന്, ആത്മീയമായ സംസ്കരണത്തിന്, നല്ല മനുഷ്യരാക്കി തീർക്കുന്നതിന് അവരെ സഹായിച്ചിരുന്നു. ഇതാണ് നടന്ന കാര്യം. ഇത് ഇന്ന് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ഇന്ന് വേണ്ടത്ര നടക്കുന്നില്ല. ഇത് ഇന്ന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടവർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നില്ല. ഇനി വിശുദ്ധ ഖുർആൻ കേൾക്കുന്നവർക്ക് ഈ ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ടത്ര ബോധമില്ല. വിശ്വാസം വേണ്ടുവോളമുണ്ട്, തഖ്വ, വിശുദ്ധ ഖുർആനോടുള്ള ബഹുമാനം ഒക്കെ വേണ്ടുവോളമുണ്ട്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്, എന്തൊക്കെയോ അള്ളാഹ്ക്ക് നമ്മളോട് പറയണമെന്നുണ്ട്. നമുക്ക് അള്ളാഹു കണ്ണും കാതും കൽബും ഒക്കെ തന്നിട്ടുണ്ട്, കേൾക്കാനുള്ള മനസ്സും തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ കേൾക്കാൻ, അള്ളാഹു പറഞ്ഞത് എന്താണെന്ന് നോക്കാൻ, അള്ളാഹു പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആരും ശ്രമിക്കുന്നില്ലെങ്കിൽ കുറ്റം ആരുടെ ഭാഗത്താണ്? നമ്മുടെ ഭാഗത്താണ്. എത്രയോ വർഷങ്ങളായി, 40, 50, 60, അത് വിശുദ്ധ ഖുർആന്റെ ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. അവലം നുഅമ്മിറുകുമായ തദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ മതിയായ ആയുസ് നീട്ടി തന്നില്ലേ? ഒരു താക്കീതുകാരൻ നിങ്ങളിലേക്ക് വരികയും ചെയ്തില്ലേ? എന്നിട്ടും എന്തേ ഇങ്ങനെ? എന്നിട്ടും എന്താ നിങ്ങൾ ഇങ്ങനെ? എന്തേ ഈ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? അഫലാ യതദബ്ബറൂന അൽ ഖുർആൻ. എന്തേ ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അതോ അവരുടെ മനസ്സ് പൂട്ടിട്ട് അവർ വീട്ടിൽ പോയോ? മനസ്സിന് പൂട്ടിട്ട് പോയോ? എന്തൊരു ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അത് മനസ്സിലാക്കാനുള്ള ശ്രമം ആത്മാർത്ഥമായി നമ്മളേവരും നടത്തണം പ്രിയപ്പെട്ടവർ. ഖുർആൻ മനസ്സിലാക്കുന്നതിൽ മാത്രമാണ് വിജയം. എന്തുകൊണ്ടെന്നാൽ യഅ്മുറുഹും ബിൽ മഅറൂഫ്. ഈ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ അദ്ദേഹത്തിന്റെ അനുയായികളായ സ്വഹാബിമാരെന്ന് നമ്മൾ പറയുന്നില്ലേ, റളിയല്ലാഹു അൻഹും എന്ന് നാം പ്രാർത്ഥിച്ചു വാഴ്ത്തുന്നില്ലേ, ആ സ്വഹാബിമാരോട് നല്ലതെന്തും ചെയ്യാൻ കൽപ്പിക്കുന്നു.
വയൻഹാഹും അനിൽ മുൻകർ, വെറുക്കപ്പെട്ടതോ നീചമോ സമൂഹം അംഗീകരിക്കാത്തതോ ആയ ഏത് കാര്യവും തെറ്റാണ്, ഹറാമാണ് എന്ന് വിലക്കുകയും ചെയ്യുന്നു. വയുഹില്ലു ലഹും അത്വയ്യിബാത്ത്, നല്ല വസ്തുക്കളൊക്കെയും ഹലാലാണെന്ന ബോധ്യം അവർക്കുണ്ടാക്കി കൊടുക്കുന്നു. വെറുതെ ഇങ്ങനെ ഹറാം 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 എല്ലാത്തിനെയും ഹറാമിന്റെ പട്ടിക നിർത്തി പീഡിപ്പിക്കുകയല്ല, ഹലാലുകൾ അനുവദിച്ചു കൊടുക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അവരുടെ ശരീരത്തിനോ അവരുടെ ധനത്തിനോ അവരുടെ അഭിമാനത്തിനോ സമ്പത്തിനോ അവരുടെ സാമൂഹ്യ ജീവിതത്തിന്റെ അച്ചടക്കത്തിനോ ഒക്കെ ദോഷമായി ബാധിക്കുന്ന എന്തും ഹറാമാണ് കേട്ടോ, ഹറാമാണ്. അതെടുക്കരുത്, കുടിക്കരുത്, അല്ലെങ്കിൽ അത് കഴിക്കരുത്, ഉപയോഗിക്കരുത് എന്നൊക്കെ അവർ വിലക്കുന്നു. വയളഉ അൻഹും ഇസ്റഹും, അവരുടെ ജീവിതഭാരം അവരിൽ നിന്ന് താഴെ വെച്ച് ഇറക്കിക്കൊടുത്ത് ലഘൂകരിക്കുന്നു. ഇനി നിങ്ങൾ ആ ഭാരം ചുമക്കണ്ട. പൗരോഹിത്യം കാലങ്ങളായി നൂറ്റാണ്ടുകളായി മതവിശ്വാസികളെ കൊണ്ട് അനുഭവിപ്പിക്കുന്ന പീഡനം ഇനി മേലാൽ നിങ്ങൾ സഹിക്കണ്ട. ഇത് ലളിതമായ മതം, സരളമായ ദീൻ, എളുപ്പമുള്ള ആചരണം. ഇത് നിർവഹിക്കാനോ മുസ്ലിമായി ജീവിച്ച് മരിക്കാനോ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഫല്ലദീന ആമനൂ ബിഹി, ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും വഅസ്സറൂഹു, പ്രവാചകനെ പിന്തുണക്കുകയും വനസറൂഹു, ആ പ്രവാചകനെ സഹായിക്കുകയും. പ്രവാചകനെ പിൻപറ്റണം, പ്രവാചകൻ പറഞ്ഞതുപോലെ ജീവിക്കണം, പ്രവാചകനെ പിന്തുണക്കണം, പ്രവാചകനെ സഹായിക്കണം. വത്തബഉൻ നൂറല്ലദീ ഉൻസില മാഹു, ആ പ്രവാചകന് അവതീർണമായ വെളിച്ചത്തെ പിൻപറ്റുകയും ചെയ്യുന്നവർ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികളാകാൻ പോകുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ വിജയത്തിന്റെ അടിസ്ഥാനമായ ആധാരം, വിജയത്തിന്റെ ആദ്യ വാക്കാണ് ഖുർആൻ കേട്ടോ. ഖുർആൻ ഇല്ലാതെ വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടാം എന്ന് നമ്മൾ കരുതരുത്. ഖുർആന്റെ സഹായത്തോടു കൂടി അല്ലാതെ നല്ല വസ്ത്രം ധരിച്ച് നന്നാകാം എന്ന് കരുതരുത്. ഏതും എന്തും എപ്പോഴും എവിടെയും ഖുർആനിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷ. അത് നമ്മളിൽ മുതിർന്നവർക്ക്, കാരണവന്മാർക്ക് മാത്രമല്ല, നമ്മളിൽ മധ്യവയസ്കർക്ക്, യുവാക്കൾക്ക്, കൗമാരപ്രായക്കാർക്ക്, എന്തിനേറെ കൊച്ചുമക്കൾക്ക് വരെ നന്മ വരുന്നതും നന്മ വളരുന്നതും ആ വഴിക്കാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വൽ ആഖിബത്തു ലിത്തഖ്വ വൗസീകും വനഫ്സി ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാൻ, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓർമ്മിച്ച് മാനിച്ച് പാലിച്ച് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഞാൻ വസിയത്ത് ചെയ്യുന്നു. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു സംഗതി, ഈ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിച്ച ഒന്നാം തലമുറ മാത്രമല്ല കേട്ടോ, ഈ ലോകത്തിന് മാതൃക കാട്ടി വെളിച്ചം നൽകി മുൻപോട്ട് വന്നവർ. ആ കാലത്ത് നമുക്കറിയാം, പേരുകൾ പറഞ്ഞു പോകാം. ഉമർ ഇബ്നുൽ ഖത്താബ്, ഈ ഇരിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം, അവർ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതി കേൾക്കാൻ കാത്തു നിന്നില്ല, അത് വേണ്ടി വന്നില്ല. സൂറത്തു താഹയുടെ ആദ്യത്തെ ആയത്തുകൾ ഓതി കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് ദുഃഖസാന്ദ്രമായി, അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, അദ്ദേഹത്തിന്റെ ഹൃദയം കൂടുതൽ അലിവുള്ളതായി തീർന്നു. കയ്യിൽ പിടിച്ച വാളിന്റെ മൂർച്ച പോയി, മനസ്സിന്റെ ശക്തി ചോർന്നു പോയി. ഖുർആന്റെ മുമ്പിൽ അടിയറവല്ലാതെ ഇനി ഒരു രക്ഷയുമില്ലെന്ന സ്ഥിതി വന്നു. താൻ ഖുർആൻ എന്റെ കയ്യിലേക്ക് താ എന്ന് പറഞ്ഞ് തരാൻ മടിച്ച പെങ്ങളെ തല്ലിയതിനും ആ പെങ്ങളെ കല്യാണം കഴിച്ച അളിയനെ മർദ്ദിച്ചതിനും അദ്ദേഹത്തിന്റെ മനസ്സിൽ വേദനയുണ്ടായി. പ്രവാചകനെ കൊല്ലാൻ ഇറങ്ങി വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് സൂറത്ത് താഹയുടെ ആയത്തുകൾക്ക് മുമ്പിൽ കീഴടങ്ങി. ആ ആയത്ത് ഒരുപാട് ഇന്ന് നമ്മൾ പറയുന്ന ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഏതാനും ചില വശങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഖുർആൻ ആശ്വാസമാണ്, ഇസ്ലാം അഭിമാനമാണ്, അതൊരിക്കലും ദുരിതമോ ദുരിതത്തിന് കാരണമോ അല്ല എന്നിങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പ്രവാചകന്റെ സാന്നിധ്യത്തിൽ ചെന്ന് നേരിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നതിലാണ് ആ യാത്ര അവസാനിച്ചത്. അമേരിക്കയിൽ നമ്മുടെ മക്കൾ കോളേജിൽ പഠിച്ച ഒരു ചരിത്രമുണ്ട്, മാൽക്കം എക്സ്. ഈ മാൽക്കം എക്സ് അമേരിക്കയിലെ ആഫ്രോ അമേരിക്കൻ നേതാവായിരുന്ന, വംശീയതക്കെതിരെ, കറുത്ത വർഗക്കാർക്കെതിരെയുള്ള വിവേചനത്തിനെതിരെ പൊരുതിയിരുന്ന ഒരാൾ. അദ്ദേഹം മുസ്ലിമല്ല.
പക്ഷേ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഇസ്ലാമിന്റെ സാഹോദര്യത്തെ കുറിച്ച് പഠിച്ചു. ഇന്ന് ഈ ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് ഓർക്കണം കേട്ടോ. അമേരിക്കയിലെ ഇന്ത്യൻ അഭയാർത്ഥികളെ അതേ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നത് സൈനിക വിമാനത്തിലാണ് എന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചതാണല്ലോ അടുത്ത ദിവസം. കയ്യും കാലും ചങ്ങലയിൽ ബന്ധിച്ച് നിയമവിരുദ്ധമായി അവിടെ പാർത്തിരുന്നവർ തന്നെ, പക്ഷേ അവരെ സ്വന്തം നാട്ടിലേക്ക് കയറ്റി അയച്ചത് മൃഗീയമായ രീതി സ്വീകരിച്ചുകൊണ്ടാണ്, മനുഷ്യത്വരഹിതമായ മുറ സ്വീകരിച്ചുകൊണ്ടാണ്. അതേ അമേരിക്കയിൽ ജീവിച്ച ആളാ അദ്ദേഹം. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം മക്കയിലേക്ക് തീർത്ഥാടനം നടത്തി. ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരു സൊഫിൽ നിന്ന് കറുപ്പും വെളുപ്പും ഗോതമ്പ് വർണ്ണവും ആപ്പിളിന്റെ നിറവും എല്ലാമുള്ള മനുഷ്യർ ഒരുമിച്ച് നിന്ന് തവാഫ് ചെയ്യുമ്പോൾ, ഒരുമിച്ച് നടക്കുമ്പോൾ, ഒരുമിച്ച് അവർ നിസ്കരിക്കുമ്പോൾ, ആമീൻ പറയുമ്പോൾ ഒക്കെ ലഭിക്കുന്ന മാനവികമായ സാഹോദര്യത്തിൽ ചാലിച്ച ഐക്യത്തിൻ്റെതായിട്ടുള്ള ഒരു വികാര വായ്പിൽ അദ്ദേഹം കീഴടങ്ങി. ഇസ്ലാം മരണം വരെ ഇനി തനിക്ക് പറയാൻ, തനിക്ക് പ്രസംഗിക്കാൻ, തനിക്ക് എഴുതാൻ, തന്റെ പ്രവൃത്തിയുടെ ജോലി മേഖലയിൽ പ്രചരിപ്പിക്കാൻ പറ്റിയ ദീൻ എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ മാൽക്കം എക്സ് മുസ്ലിമായി. കാറ്റ് സ്റ്റീവൻസ്, അദ്ദേഹം ഒരു പോപ്പ് സംഗീതജ്ഞനാണ്, ഗായകൻ മാത്രമല്ല ഗാന രചയിതാവ് കൂടിയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പേര് യൂസുഫ് ഇസ്ലാം. ബ്രിട്ടനിലാണ്. ഇത് നമ്മുടെ കൺമുമ്പിൽ നടന്നതാ. നിങ്ങളിൽ പലരും കാറ്റ് സ്റ്റീവൻസ് എന്ന യൂസുഫ് ഇസ്ലാമിനെ നേരിൽ കണ്ടിട്ട് പോലും തന്നെ ഉണ്ടാകും, വിദേശത്തും മറ്റുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. 1976 അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഇടവന്നതാണ് കേട്ടോ കാരണം. മുഹമ്മദ് അസദ്, അദ്ദേഹം ഓസ്ട്രിയ, ജർമ്മനിയുടെ തൊട്ടടുത്തുള്ള ഓസ്ട്രിയ എന്ന രാജ്യത്തിലെ ജൂത വംശത്തിൽ പിറന്ന പത്രപ്രവർത്തകൻ, ആ നാട്ടിൽ അറിയപ്പെട്ട ബുദ്ധിജീവി. അദ്ദേഹം വിശുദ്ധ ഖുർആൻ വായിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. മാർമാദ്യൂക്ക് പിക്തോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് എഴുത്തുകാരനും അന്നാട്ടിൽ അംഗീകരിക്കപ്പെട്ട പണ്ഡിതനുമാണ്. അദ്ദേഹം മിഡിൽ ഈസ്റ്റിലേക്ക് നടത്തിയ ഒരു യാത്രയാണ് തുടക്കം. പിന്നീട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. അദ്ദേഹം മുസ്ലിമായി. ലോകത്ത് തനത് ഇംഗ്ലീഷ് ഭാഷ മാതൃഭാഷയായി സ്വീകരിച്ചവരിൽ ആദ്യമായിട്ട് ലോകത്ത് വിശുദ്ധ ഖുർആന് തഫ്സീർ എഴുതിയ പണ്ഡിതന്റെ പേരാണ് മാർമാദ്യൂക്ക് പിക്തോൾ. ഞാൻ പറഞ്ഞത് ഇത് വിദേശത്തൊക്കെ നടന്ന കാര്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബിലൂടെ, അതുപോലുള്ള മഹാരഥന്മാരായ സഹാബിമാരിലൂടെ തുടങ്ങി വെച്ച ഇസ്ലാം ആശ്ലേഷണം ഇന്നും അവസാനിക്കുന്നില്ല. ലോകമറിയുന്ന, ഇന്ന് നമുക്കാണ് അറിയാത്തത്, നമ്മുടെ മനസ്സിലാ വില കുറവ്. മാധവിക്കുട്ടി ഇസ്ലാം സ്വീകരിച്ചു. മരണം കമലാ സുറയ്യ എന്ന പേരിൽ. അവരെ മറവ് ചെയ്തതും തിരുവനന്തപുരത്തെ മുസ്ലിം മക്ബറയിൽ. ആരാണ് കമലാ സുറയ്യ? അവര് ലോകമറിയുന്ന ഇംഗ്ലീഷ് കവയിത്രി, ഇംഗ്ലീഷ് പോയറ്റസ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ലോകത്ത് എത്രയോ ആളുകൾ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്രൈസ്തവർ ഇസ്ലാം സ്വീകരിക്കുന്നു, ഹിന്ദു സഹോദരങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നു. ഇതിനൊക്കെ കാരണം ഒന്നേ ഉള്ളൂ കേട്ടോ, ഖുർആൻ. ആ ഖുർആനുമായി എനിക്കും നിങ്ങൾക്കുമുള്ള സജീവമായ ആത്മബന്ധമെന്ത് എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ നാം ഉയർത്തേണ്ടത്. അള്ളാഹു തിരുത്താൻ, ഖുർആനിലേക്ക് തിരിച്ചു വരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ മാത്രമാണ് നമുക്ക് അഭയം തേടാവുന്ന അവസാനത്തെ ദൈവവചനം എന്ന ഉത്തമ ബോധ്യത്തിൽ ആ ഖുർആനിലേക്ക് തിരിച്ചു വരാനും ഖുർആൻ അർത്ഥത്തോടെ വായിച്ചു വളരാനും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്ക് അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. ഈ റമളാനിൽ എന്തെങ്കിലും ഒരു പുണ്യം, ഏതെങ്കിലും ഒരു ഹൈറായ കാര്യം നാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഖുർആനുമായി ബന്ധപ്പെട്ടതാണ് എന്ന ഓർമ്മയോടെ ആ ഖുർആനിൽ നിന്ന് കൂടുതൽ നമ്മുടെ ജീവവായു, കുടിവെള്ളം, വിശപ്പടക്കുന്ന ആഹാരം എല്ലാം ഖുർആനിൽ നിന്ന് കിട്ടും. ആ ഖുർആനിൽ നിന്ന് ഈ നന്മകളെല്ലാം സ്വാംശീകരിക്കുന്ന, സ്വായത്തമാക്കുന്ന സത്യവിശ്വാസികളായി അള്ളാഹു നമ്മളെ മാറ്റി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റാഹിമീൻ റബ്ബനാ
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اغفر لنا ولوالدينا ولأستاذنا ولأخلائنا ولأقربائنا ولمن أحب وأحسن إلينا ولمن أوصانا بالدعاء. اللهم صل وسلم على رسولك محمد وآله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.